ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ കോഴി ഷെഡ്, നമ്മുടെ നാടൻ കോഴിക്ക് വേണ്ടിയുള്ള ഷെഡ് പണിതിരിക്കുന്ന ഒരു രീതി കാണിക്കാനാണ്. പലരും യൂട്യൂബിലും ഒക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുണ്ടാക്കുന്ന മാതൃകകൾ കാണിച്ചു തരാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇച്ചിരി ചിലവ് കുറയ്ക്കാത്ത രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പട്ടിയുടെ ശല്യം, മരപ്പട്ടി, കാട്ടുപൂച്ച, പിന്നെ എന്താ പറയുന്ന, അങ്ങനെ ഒട്ടനവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കർഷകരുടെയും ഇങ്ങനെ കോഴി, ആട് ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇതിൻ്റെയൊക്കെ ശല്യം കൊണ്ട്. അപ്പം നമ്മൾ കോഴിക്കോട് ചെയ്തിരിക്കുന്നത് ഒരു 3 വരി കട്ട വെച്ചിട്ട് അതിന് മുകളിൽ ചെയിൻ ലിങ്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. മുകൾ വശം GA ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, റൂഫായിട്ട് ഇട്ടിരിക്കുന്നത് GA ഷീറ്റാണ്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ മീൻ വല ഇട്ടിട്ടുണ്ട്. മീൻ വല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മീൻ വല ഞങ്ങളുടെ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ മേടിക്കാൻ കിട്ടും. അവിടുന്ന് സെക്കൻഡ് ഹാൻഡ് മീൻ വല മേടിച്ചിട്ട് അത് പുറം വഴിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ കൂട് പിന്നെ ഒരു 4 അറയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 അറയിലും നമ്മൾ കുഞ്ഞുങ്ങളെ ഇടാനും വലുതിനെ ഇടാനും മുട്ട ഇടുന്നതിനെ ഇടാനും ഒക്കെ ആയിട്ടുള്ള സജ്ജീകരണമാണ് 4 അറയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ചിലയിടത്തൊക്കെ പച്ച നെറ്റ് കോണിലൊക്കെ വലിച്ചിട്ടുണ്ട്. അത് ഈ സൂര്യപ്രകാശം ശക്തമായിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പച്ച നെറ്റ് കുറച്ച് സൈഡിൽ അടിച്ചിട്ടുണ്ട്. മുട്ട ഇടുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ബോക്സ് തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഇതുങ്ങൾ മുട്ട ഇടുന്നത്. ഇത് നമ്മുടെ ഓരോ അറയുടെ ഓരോ ഭാഗങ്ങളാണ്. നമ്മൾ ഹോളോ ബ്രിക്സ് ആണ് നമ്മൾ ഈ ഹൈറ്റിന് വേണ്ടി വെച്ചിരിക്കുന്നത്. 3 വരി കട്ട ഹോളോ ബ്രിക്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫൗണ്ടേഷൻ നമ്മളൊരു 1 അടി ഉയരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ചെറിയ ഈ പാടൊക്കെ നമ്മൾ തേനീച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് എടുത്തതാണ്. അങ്ങനെ ചെയിൻ ലിങ്ക് ഇട്ടിരിക്കുന്ന 4 അടിയുടെ ചെയിൻ ലിങ്കാണ് ഇട്ടിരിക്കുന്നത്. നടുവശം, കൂടിൻ്റെ നടുവശത്തെ ഹൈറ്റ് 10 അടിയാണ്, 10 അല്ല 11 അടിയാണ്. സൈഡ് നമുക്ക് 6 അടിയോളം കിട്ടും. കാറ്റ് കയറി ഇറങ്ങുന്ന രീതിയിൽ, നല്ല രീതിയിൽ കാറ്റിന് കയറി ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ തൂണുകൾ, 4 വശത്തും തൂണുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 വശത്ത് മാത്രമല്ല, ഒരു 5 അടി ഗ്യാപ്പിൽ നമ്മൾ തൂണുകൾ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് തൂണുകൾ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അത് കോൺക്രീറ്റ് താഴോട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റൊക്കെ പിടിച്ചാൽ, ഇച്ചിരി കാറ്റ് പിടിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റ് പിടിച്ചാൽ ഒരു ഒലച്ചിലൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ആണ് നമ്മൾ കൂട് സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ ചുറ്റോട് ചുറ്റും നമ്മൾ ബേസ്മെൻറ്റ് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പാമ്പിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി.